BMC Sport News. നമസ്കാരം, BMC സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ബഹറിൻ OICCയുടെ ആഭിമുഖ്യത്തിൽ കേരളീയ സമാജത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ലഹരിയുടെ ഉപയോഗവും വിൽപ്പനയും അവസാനിപ്പിക്കാൻ കഴിയുമെന്നും കഴിഞ്ഞ 9 വർഷം കൊണ്ട് അതിന് കഴിയാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 24 മണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ ഈ ലഹരി കേന്ദ്രങ്ങളെ അടിച്ചമർത്താൻ പറ്റും. ഞങ്ങളത് പലപ്പോഴും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ കുബേര നാട്ടിലെ മുഴുവൻ കൊള്ള പലിശക്കാരെയും നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞു. എന്തുകൊണ്ട് 9 വർഷം ഭരിച്ചിട്ടും ഈ നാട്ടിൽ ലഹരിയും അക്രമവും വ്യാപകമാകുന്നു, റാഗിങ് വ്യാപകമാകുന്നു? എന്തുകൊണ്ട് ഗവൺമെൻറ്റിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല? അപ്പോൾ ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്നൊരു ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. നാട്ടിൽ ലഹരിയും അതോടൊപ്പം തന്നെ ലഹരി വർദ്ധിപ്പിക്കാനുള്ളതാണ് ഗവൺമെൻറ് ചുമതല. നമുക്കറിയാവുന്ന പോലെ എല്ലാ തരത്തിലും ലഹരി ഇപ്പം തന്നെ ഇനിയും ഡ്രൈ ഡേ മാറ്റാൻ പോവുക. ഈ ഡ്രൈ ഡേ എന്തിനാ വെച്ചേ? ആളുകൾക്ക് ഒരു മാസം തോറും കിട്ടുന്ന ശമ്പളം കിട്ടുന്ന ദിവസമാണ് ഡ്രൈ ഡേ. ആ ശമ്പളം കിട്ടുന്ന പണം മുഴുവൻ ബീവറേജസ് കൊണ്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഷാപ്പിൻ്റെ ദൂരപരിധി 400 200 കുറയ്ക്കാൻ പോകുന്നു. എല്ലായിടത്തും ഇപ്പം ബാറുകൾ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ബിയറും വൈൻ പാർലറുകളും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് ആളുകൾ ഡ്രഗിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയിൽ അധിഷ്ഠിതമാണ് ഈ പ്രവർത്തനം. ഗവൺമെൻറ് വിചാരിച്ചാൽ ഇതൊക്കെ വളരെ പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിയും. പ്രത്യേകിച്ച് പോലീസ്, ആഭ്യന്തര വകുപ്പ് വിചാരിച്ചാൽ ഇങ്ങനെയുള്ള സോഴ്സുകളെ അടിച്ചമർത്താൻ കഴിയും. ജനങ്ങൾക്ക് സന്തോഷകരമായി ജീവിക്കാനുള്ള അവസ്ഥയുണ്ടാകും. അത് ആഗ്രഹിക്കാത്തൊരു ഭരണകൂടമാണ്. അതുകൊണ്ടാണ് ഈ കൂട്ടക്കൊലകൾ, അതുപോലെ കുട്ടികളെ മുഴുവൻ ഡ്രഗിലേക്ക് അല്ലെങ്കിൽ മയക്കുമരുന്നിലേക്ക് എത്തിക്കുന്നത്. ലഹരിയുടെ പദാർത്ഥങ്ങൾ എല്ലായിടത്തും വ്യാപകമായി കിട്ടും. ഇതൊന്നും എന്തുകൊണ്ട് നിയന്ത്രിക്കുന്നില്ല? അതാണ് ഇവിടുത്തെ പ്രശ്നം. വ്യാപകമായ തോതിൽ കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ വ്യാപനം ഉണ്ടാവുകയാണ്. നിയന്ത്രിക്കാൻ കഴിയാത്തത് ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടാണ്. 9 വർഷം മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന് ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമാണിത്. ഭരണകൂടത്തിൻ്റെ പരാജയമാണ്. 9 വർഷം കഴിയാത്ത ഇനി അടുത്തൊരു 5 വർഷം കൂടെ കിട്ടിയാൽ പറ്റുമോ? അത് പറ്റില്ല. ഇനിയും തുടർഭരണത്തിൻ്റെ ഗതികേടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രംഗത്തും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു. അതുകൊണ്ട് ജനങ്ങളൊരു അവസരം കിട്ടിയാൽ ഇതിനെതിരായി തീർച്ചയായും പ്രതികരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. LDFന് അടുത്ത തിരഞ്ഞെടുപ്പിൽ 30 സീറ്റ് മാത്രമേ കിട്ടൂവെന്നും LDF 3ാം തവണ 30 സീറ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം. 3ാം തവണ വരുമ്പോൾ 30 സീറ്റായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇത് ആളുകളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. നടന്നിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിലും ചേലക്കര ഒഴിച്ച് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2026 തിരഞ്ഞെടുപ്പിൽ UDF ഒറ്റക്കെട്ടായി മത്സരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും യോജിച്ച് മുന്നോട്ട് പോയി ഭരണത്തിലേറുക, കേരളത്തിൽ ഭരണമാറ്റമുണ്ടാകുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കും. BMC സ്പോർട്ട് ന്യൂസ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിയത്. നന്ദി, നമസ്കാരം. BMC Sport News.